2025 വിട പറഞ്ഞ് 2026 നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഏവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം ഒരുപാട് നമ്മളെ അനുഗ്രഹിച്ച വർഷങ്ങളായിരുന്നു. ചെറുതും വലുതുമായ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളെ കൊണ്ട് ദൈവം നമ്മെ നിറച്ചു. നന്ദി പറയുക. സംരക്ഷിച്ചതിനെ ഓർത്ത്, സ്നേഹിക്കുന്നതിനെ ഓർത്ത്, പരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടാകും നമ്മൾ ഓരോരുത്തരും. ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകും, അതിൽ വീണു പോയിട്ടുണ്ടാകും. പൂർത്തിയാക്കാൻ പറ്റിയെന്ന് വരില്ല. കുഴപ്പമില്ല, ഈശോ നമ്മുടെ ഒപ്പമുണ്ട്. ഈശോ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിതരെ, കർത്താവിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് പ്രിയം നിറഞ്ഞവരെ, വീണ്ടും തീരുമാനങ്ങളെടുത്ത്, ഒരുപക്ഷെ പാളിപ്പോയി തീരുമാനങ്ങളൊക്കെ ആകാം, വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുക്കുക, വീണ്ടും പുനരാരംഭിക്കുക. ഈ ഒരു വർഷം ഒരു പ്രത്യാശയുടെ വർഷമാകട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ലത് ചിന്തിക്കാൻ, നല്ലത് കാണാൻ, നല്ലത് പ്രവർത്തിക്കാനായിട്ട് ഈ ഒരു വർഷം നമുക്ക് ഉപകാരമാകട്ടെ. ഇന്നത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ഒന്നിനെയും പറ്റി ആകുലപ്പെടേണ്ടതില്ല എന്ന്. പ്രിയം നിറഞ്ഞവരെ, ദൈവമായ കർത്താവ് കൂടെയുള്ളവനെ ഒന്നിനെയും പറ്റിയും ആകുലതകൾ വേണ്ട. അതുകൊണ്ട് ഈ പുതുവത്സരത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, ഞാൻ അല്പസമയം എൻ്റെ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കും എന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.